Let's go. I'm not sure about this. Yeah, you're right. This is none of our business. No, I'm not sure that is the best way to hear everything. Someone get me a glass. I'm not gonna do this, okay? I'm not gonna eavesdrop on my friend. Eavesdrop. Eavesdrop. ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ വേർഡാണ് ഈവ്സ്ട്രോപ്പ്. ഈവ്സ്ട്രോപ്പ് എന്ന് പറഞ്ഞാൽ ടു ലിസൺ സീക്രറ്റ്ലി ടു വാട്ട് അതർ പീപ്പിൾ ആർ സെയിങ് എന്നാണ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഞ്ഞിരുന്ന് കേൾക്കുക എന്നതാണ്. നമുക്കറിയാം ബാഡ് ബിഹേവിയർ ആണ് ഈവ്സ്ട്രോപ്പ്. നമുക്ക് എക്സാമ്പിൾസ് കാണാം. വി കോട്ട് ഹിം ഈവ്സ്ട്രോപ്പിംഗ് ഔട്ട്സൈഡ് ദ വിൻഡോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവനെ പിടിച്ചു, അവൻ വിൻഡോയുടെ പുറകിലിരുന്ന് സ്വകാര്യ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈവ്സ്ട്രോപ്പിംഗ് ഓൺ ഹിസ് സിസ്റ്റർ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഇൻ ദ നെക്സ്റ്റ് റൂം. ഇതിൻ്റെ മീനിങ് അവൻ ഒളിഞ്ഞിരുന്ന് അവൻ്റെ സഹോദരിയും കൂട്ടുകാരും പറയുന്നത് അടുത്ത മുറിയിലിരുന്ന് കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഒളിഞ്ഞിരുന്ന് അവൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് അവരുടെ സിസ്റ്റർ ആ കൂട്ടുകാരും പറയുന്നത് എന്ന്. മൂന്നാമത്തെ സെൻറ്റൻസ് നമുക്ക് കാണാം. ഷി വാസ് അക്യൂസ്ഡ് ഓഫ് ഈവ്സ്ട്രോപ്പിംഗ് ഓൺ പ്രൈവറ്റ് ടെലിഫോൺ കോൺവെർസേഷൻസ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവൾ ഒളിഞ്ഞിരുന്ന് ടെലിഫോൺ സംഭാഷണം കേട്ടു എന്ന് കുറ്റം അവളിൽ ആരോപിക്കപ്പെട്ടു എന്നതാണ്. പിന്നെ നമുക്ക് തന്നെയായിട്ട് ഇനി സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഐ വിൽ നോട്ട് ഈവ്സ്ട്രോപ്പ് ഓൺ മൈ ഫ്രണ്ട്സ്. അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കാം. വളരെയധികമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഫസ്റ്റ് വേർഡ്. How are you? Very good, man. This is Mia. Mia? Keith? Hi, Mia. Nice to meet you. Nice to meet you. I used to play with this guy. Went to school together. So how you been, brother? Great. Never been better. How about you? I've been really good. Been very busy. Have you been? ഇത് വളരെ അധികമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഗ്രാമാറ്റിക്കലി ഓൾസോ കറക്റ്റാണ്. ഹൗ ഹാവ് യു ബീൻ എന്ന് പറയുന്ന അതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. പക്ഷേ വളരെ ചുരുക്കി ഹവ് യു ബീൻ എന്നാണ് പലപ്പോഴായിട്ട് നമ്മൾ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ആർ യു എന്നതിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ഉണ്ട്. ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതായത് നിങ്ങൾ ഒരു വ്യക്തിയെ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കണം നിങ്ങൾ ആ കണ്ട ആ പോയിൻ്റ് ഓഫ് ടൈമിൽ നിന്ന് ഇന്ന് വരെ ആ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ, വിശേഷങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ആ വ്യക്തിക്കുണ്ടായി. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നിരന്തരമായിട്ട് എന്നും റെഗുലർലി കാണുന്ന ഒരു വ്യക്തിയോട് ഈ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. അത് തെറ്റാണ്. കാരണം ഇത് നിങ്ങൾ ഒരാളെ കുറച്ച് നാളുകൾക്ക് ശേഷം കാണുമ്പോൾ സാധാരണമായിട്ട് ചോദിക്കുന്ന ഒരു യൂസേജാണ്. ഹൗ ആർ യു എന്നതാണ് സാധാരണ നമ്മൾ എന്നും കാണുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കാറുള്ളത്. ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള കാര്യങ്ങളും ഇതിൽ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ഫുള്ളായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കരുത്. വളരെ ചുരുക്കിയുള്ള ആൻസർ ആയിരിക്കണം. വളരെ ചുരുക്കിയതും വളരെ മീനിങ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് കൊണ്ട് നമുക്ക് ഇത് റിപ്ലൈ നൽകാനായിട്ട് സാധിക്കും. സാധാരണ നെവർ ബീൻ ബെറ്റർ എന്നുള്ളതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാധാരണ ആളുകൾ വളരെ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ റിപ്ലൈയും അങ്ങനെയായിരിക്കും, നെവർ ബീൻ ബെറ്റർ. ഇനിയിപ്പോൾ ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മറ്റുള്ള യൂസേജസ് നമുക്ക് ഉപയോഗിക്കാം. നോട്ട് ബാഡ്, അങ്ങനെയുള്ള സർവൈവിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട് അങ്ങ് പോണു, തട്ടിമുട്ടി പോണു, അങ്ങനെയൊക്കെയുള്ള യൂസേജസും നമുക്ക് ഉപയോഗിക്കാം. നെവർ ബീൻ ബെറ്റർ എന്നുള്ളതാണ് ആപ്റ്റായിട്ടുള്ളത്. പിന്നെ നമ്മൾ വളരെ ലഘുവായിട്ട് ഒറ്റ സെൻറ്റൻസിൽ ജീവിതത്തിലുണ്ടായിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ഐ ഹാവ് സ്റ്റാർട്ടഡ് ക്രിക്കറ്റ് കോച്ചിങ്, ഐ ഹാവ് സ്റ്റാർട്ടഡ് എ ന്യൂ ടെക്സ്റ്റൈൽ ഷോപ്പ്, അങ്ങനെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാം. Maybe I'm one of those people that has always wanted to do it, but it's like a pipe dream for me, you know? Pipe dream. പൈപ്പ് ഡ്രീം എന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂസേജാണ്. ഒരു നടക്കാത്ത ഒരു കാര്യത്തെപ്പറ്റി പറയാനായിട്ടാണ്. നടക്കാത്ത ഒരു കാര്യം, വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം, ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നമുക്ക് പൈപ്പ് ഡ്രീം എന്ന രീതിയിൽ പറയാം. ഇതെങ്ങനെയാണ് ഈ വാക്ക് വന്നത്? പൈപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം പുകവലിക്കാനായിട്ട് ഇതിനു മുമ്പ് പഴയ കാലത്ത് നമ്മുടെ സിനിമകളിലൊക്കെ കണ്ടു കാണും. പൈപ്പ് എന്ന് പറയുന്നത് പുകവലിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്. അതിൽ നിന്നാണ് ഈ പൈപ്പ് ഡ്രീം എന്ന് പറയുന്ന വാക്ക് ഉണ്ടായി വന്നിരിക്കുന്നത്. അതായത് പുകവലിച്ച് കിറുങ്ങി ബോധമില്ലാത്ത സമയത്ത് നമ്മൾ ഓരോ ചിന്തകൾ പറയും. അത് ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളായിരിക്കും, വളരെ ഉട്ടോപ്യനായിട്ടുള്ള ചിന്തകളൊക്കെ ആയിരിക്കും അത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാക്ക് വന്നത്. ഈ വാക്കും നമ്മളുടെ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യുക. What you're saying, but I don't think you're saying what you mean. Yeah, I don't think you hear what I'm saying. You're fired. That's what you're saying, but it's not what you mean. What you mean is... You're fired. Play the set list. No, I'm saying it's too late. It's a warning. What planet are you from? Don't You're fire done. me. Don't fire me. I'm sorry, Seven. Fired.
fired. ഇനി നമ്മൾ കാണുന്ന വാക്ക് ഫയർ എന്നുള്ളതാണ്. ഒത്തിരി അധികമായിട്ടുള്ള മീനിങ് ഇതിനുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരാളെ ജോലിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ എടുക്കുന്ന മീനിങ് ഡിസ്മിസ് ഫ്രം എ ജോബ്, ഒരു ജോലിയിൽ നിന്ന് ഒരാളെ പുറത്താക്കുക എന്നുള്ള മീനിങ് ആണ്. ഐ ഗോട്ട് ഫയർഡ് ഫ്രം ദ കമ്പനി. അങ്ങനെ നിരവധി സെൻറ്റൻസ് ഉണ്ടാക്കുക, ഉപയോഗിക്കുക. Actually, there's something that I really need to talk to you about. Okay, shoot. Okay. All right, here's the deal. Oh, no! Okay, shoot. Okay, shoot. അടുത്ത വാക്ക് ഷൂട്ട് എന്നതാണ്. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള വാക്കാണ്, ഉപയോഗിക്കാനും എളുപ്പമാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ മറ്റൊരു മീനിങ് ആണ് കാണുന്നത്. ഷൂട്ട് എന്ന് പറഞ്ഞാൽ ബിഗിൻ ടോക്കിംഗ്, യു ക്യാൻ സ്റ്റാർട്ട് ടോക്കിംഗ്. നമ്മൾ ഒരാളെ അനുവദിക്കുകയാണ് സംസാരിക്കുവാനായിട്ട്, അതിനുപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമുക്ക് ഒരു ഉദാഹരണം കാണാം. ഒരു സ്കൂളിൽ ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സ്കൂൾ സ്റ്റുഡൻറ്റ് പറയുന്നു, സർ ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ? ദെൻ ടീച്ചർ റിപ്ലൈസ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ യു ക്യാൻ സ്റ്റാർട്ട് ആസ്കിങ് ദ ക്വസ്റ്റ്യൻ. സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വാക്ക് ഉപയോഗിക്കുക. കുട്ടികൾക്കും ഇങ്ങനെ ഒരു മീനിങ്ങും ഈ വാക്കിന് ഉണ്ട് എന്ന് അറിയുവാനായിട്ട് സാധിക്കും അതിലൂടെ.